Assalamualaikum. Welcome back to Snacktimekerala. ഇന്ന് ഞാൻ ശബനയൊക്കെ നിൽക്കുന്ന വീടിന്റെ ഹോം ടൂർ ആണ് എടുക്കാൻ പോകുന്നത്. ഞാനാണ് ഈ വീഡിയോ എടുക്കുന്നത് ബിക്കോസ് ശബനക്ക് ഇന്ന് ഭയങ്കര ബിസി ആയിരുന്നു. അവൾക്ക് ഹോം ടൂർ എടുക്കാൻ തന്നെ ടൈമില്ല എന്ന് പറഞ്ഞാൽ ഞാനാണ് ഈ വീഡിയോ ഒന്ന് എടുക്കുന്നത്. ഇതാണ് നമ്മുടെ വീടിന്റെ സറൗണ്ടിങ്സ്. പിന്നെ ഈ കാണുന്നത് ഒരു സ്കൂളാണ്. ഈ സ്കൂളിന്റെ തൊട്ട് ഏറ്റവും അടുത്തുള്ള ലാസ്റ്റത്തെ വീടാണ് ഞങ്ങളുടേത്. അപ്പോ ഈ സ്കൂളിന് അടുത്തുള്ള വീടാണ് ഞങ്ങളുടേത്. അപ്പൊ വരൂ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ വീട് കാണാം. ഇതാണ് ഫ്രണ്ടിൽ കയറി വരുമ്പോ തന്നെയുള്ള വ്യൂ. ഇനി നമുക്ക് ലിവിംഗ് റൂം കാണാം. ഇതാണ് നമ്മുടെ ലിവിംഗ് റൂം. ഇതാരാന്ന് കണ്ടോ? ഇയാളെ നിങ്ങക്ക് പരിചയമുണ്ടോ? ഇതാണ് സബനയുടെ ഹസ്ബൻഡ്. നിങ്ങക്ക് നന്നായിട്ട് അറിയായിരിക്കും അല്ലേ? അപ്പൊ കമോൺ. ഇത് ഞങ്ങളുടെ ഡൈനിങ് റൂമാണ്. പിന്നെ നമ്മൾക്ക് ഈ ബാക്കിലായിട്ട് നല്ലൊരു സൗകര്യത്തിന് തുണി ഉണങ്ങാനൊക്കെ ഉള്ള നല്ല സ്പേസ് ഉണ്ട്. ഇത് ഞങ്ങൾക്ക് കിട്ടിയത് ഏറ്റവും നല്ല വീടായിരുന്നു. കാരണം എല്ലാ വീട്ടിലും ഇങ്ങനെ സൗകര്യങ്ങളൊന്നും ഒത്തിരി ഉണ്ടാവാറില്ല. പിന്നെ നമ്മുടെ സുഹൈൽ ബ്രോ നട്ടേക്കണ കൃഷിയാണ്. ജസ്റ്റ് പയറൊക്കെ മുളച്ചു വന്നതേ ഉള്ളൂ. ഞങ്ങളിവിടെ ഒരു കൃഷിയിടം ആക്കാനാണ് ഞങ്ങളുടെ പ്ലാന്. ഈ പുല്ലൊക്കെ വെട്ടിയിട്ടാണ് കൃഷിയിടം ആക്കാൻ എന്ന് പ്ലാൻ ചെയ്തിരിപ്പുണ്ട്. പക്ഷെ പയർ നട്ടിട്ട് കുറെ ആയെങ്കിലും മുള പൊങ്ങി വരുന്നില്ല എന്നുള്ളൂ. അപ്പൊ നമുക്ക് വീടിന്റെ അടുത്ത രംഗങ്ങളിലോട്ട് പോകാം. പിന്നെ വരുന്നത് ഇതൊരു ചെറിയ ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു ടോയ്ലറ്റ് ആണ്. പിന്നെ ഇവിടെ അതുപോലെ ഒരു സ്പേസ് ഉണ്ട്. ഒരു തുണി വിരിക്കാനൊക്കെ ഉള്ള സ്പേസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ കിച്ചൺ. കിച്ചണിലെന്ന് പറഞ്ഞാൽ ഇവിടെ മിക്ക വീടുകളിലും കിച്ചണിൽ തന്നെയായിരിക്കും വാഷിംഗ് മെഷീനും. പിന്നെ ഞങ്ങൾ വന്നപ്പോ എല്ലാ സൗകര്യവും ഓവനും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ഇതൊക്കെ. റൂമൊക്കെ ഉള്ളത് മുകളിലേക്കാണ്. അപ്പൊ നമുക്ക് മുകളിലേക്ക് പോവാം. ആളെ പരിചയപ്പെട്ടില്ലേ? നാസില. ഞങ്ങൾ 3 പേരെ ഫ്രണ്ട്സ് ആയിട്ടാണ്. ഇവിടെ കപ്പിൾസ് ആണ്. അപ്പൊ ഇത് നാസിലയുടെ റൂമാണ്. ഓൾക്കെന്ന് പറഞ്ഞാൽ റൂം ഡെക്കറേറ്റ് ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവള് അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന അവളുടെ ഫോട്ടോസൊക്കെ നാട്ടിൽ നിന്ന് പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്ന് എല്ലാം കെട്ടിയനെയും കൊണ്ട് കൊണ്ടുവച്ച് എല്ലാ റൂമിലും തൂക്കിയേക്കാണ്. ഇതാണ് കണ്ടോ ഗൈസ്, ഒരു കോലും കഷ്ടത്തിലാണ് അവള് ചെയ്തേക്കുന്നത്. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. അപ്പോ ഇതാണ് ഒരു റൂം എന്ന് പറഞ്ഞത്. അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള റൂമാണിത്. പിന്നെ ഇവിടെ മിക്ക വീട്ടുകളിലും ഒരു ബാത്റൂം ഒക്കെയാണ് ഉണ്ടാവുള്ളൂ. 5-6 റൂം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ബാത്റൂമോ ഒരു ടോയ്ലറ്റ് ഒക്കെയാണ് ഒരു വീട്ടിൽ മാക്സിമം. കൂടി പോയാൽ 2 എണ്ണമാണ് കാണുന്നത് മാക്സിമം. ഇതാണ് ഞങ്ങൾ എല്ലാവരും യൂസ് ചെയ്യണത്. ഈ ഒരു ബാത്റൂമാണ് ഉള്ളു ഇവിടെ. അപ്പൊ നമ്മൾ അടുത്തതായി പോകുന്നത് സബനയുടെ റൂമിലോട്ടാണ്. ഈ വീടിന്റെ ഒരു വീക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഇവിടത്തെ ഒരു റൂം അടുത്ത നെക്സ്റ്റ് റൂമും ഒരു വാതിലാണുള്ളത്. ഇതിന്റെ ഉള്ളിലൂടെ വേണം നെക്സ്റ്റ് റൂമിലോട്ട് പോകാൻ.
അപ്പോൾ ഞങ്ങൾ ഒരു പണി ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു കർട്ടൻ വെച്ച് മറിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോ ദിസ് ഇസ് മൈ ബെഡ്റൂം ഗൈസ്. ഇതാണ് എൻ്റെ റൂം. ഇവിടെ നിന്ന് നോക്കിയാൽ അത്യാവശ്യം നല്ലൊരു വ്യൂ ഉണ്ട്. സ്കൂളിന്റെ വ്യൂ ആണ്. നല്ല ഭംഗിയാണ് കാണാനൊക്കെ. പിന്നെ നമുക്ക് ഇവിടെ 2 റൂം കൂടെ ഉണ്ട്. പക്ഷെ നമ്മൾ വേറൊരു ഫാമിലീസ് ആണ്. അവരുടെ പ്രൈവസി നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് ആ റൂമുകൾ എടുക്കുന്നുണ്ട്. ജസ്റ്റ് ആ റൂമിന്റെ പുറം ഭാഗം കാണിച്ചാൽ റൂമിന്റെ ഉള്ളിലേക്ക് കയറാൻ നമുക്കൊരു സാഹചര്യം ഇല്ല. അവര് ജോലിക്ക് പോയിക്കണ റൂം പൂട്ടിയിട്ടാണ് പോണത്. ഇതാണ് ഒരു റൂം, ഡബിൾ റൂം എന്ന് പറഞ്ഞത്. ഇതൊരു ബാച്ചിലർ, അവരുടെ അനിയൻ തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. ഒരു റൂമുണ്ട്, സിംഗിൾ റൂമാണ് അത്. ഇതാണ് ഗൈസ് നമ്മുടെ ഹോം ടൂർ. അത്യാവശ്യം ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു വീടാണിത്. ഞങ്ങൾ എല്ലാവർക്കും ആകെ ഒരു ദിവസമാണ് ലീവ് കിട്ടണം. അന്നാണ് ഞങ്ങൾ മര്യാദയ്ക്ക് എല്ലാവരും ഒന്നിച്ചു കൂടി. അന്നൊരു സന്തോഷമുള്ള ഒരു ദിവസം തന്നെയായിരിക്കും. നല്ല ഫുഡൊക്കെ ഞങ്ങൾ ബിരിയാണിയൊക്കെയാണ് മിക്കപ്പോഴും വെക്കാറ് ഒന്നിച്ചു കൂടുമ്പോൾ. പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഗൈസ്. ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.